പിന്നെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ജയദേവ് ഒരു നോവലാണ് എഴുതി തീർത്തു. ജയദേവൻ ഒരു നോവൽ എഴുതുന്നു കേട്ടിരുന്നു. അച്ഛനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അച്ഛനെ കുറിച്ച് മാത്രമല്ല, ആ കാലഘട്ടം, രാഷ്ട്രീയ ചരിത്രം, ജന്മിത്വത്തിനെതിരെ ഉണ്ടായ കലാപം എല്ലാം ഉണ്ട്. ഏത് കാഴ്ചപ്പാടിലാ നീ എഴുതുന്നത്? എന്ന് വെച്ചാ ജനങ്ങളുടെ കാഴ്ചപ്പാടിലാണോ അതോ ജനവിരുദ്ധരുടെ കാഴ്ചപ്പാടിലാണോ? ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലാണ് എഴുതുന്നത്. വായിക്കുന്നവർ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോട്ടെ. നിന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നത് ശരി, രക്തസാക്ഷിയായിരുന്നു എന്നതും ശരി. പക്ഷേ നീ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് കണ്ടിട്ടില്ല. നിന്റെ കഥകളിലും രാഷ്ട്രീയം കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. രാഷ്ട്രീയമല്ല, അതിൻ്റെ മാനുഷികമായ വശമാണ് നോവലിൻ്റെ വിഷയം. പ്രത്യയശാസ്ത്രത്തിനല്ല, അനുഭവത്തിനാണ് ഊന്നൽ. നിന്റെ സുഹൃത്തിനെ നിന്റെ ഭാര്യ ചതിച്ചപ്പോ എവിടെ പോയി നിന്റെ മാനുഷിക വശം? എൻ്റെ സുഹൃത്തിന് എൻ്റെ ഭാര്യ ചതിച്ചെന്നാ? എന്താ വാസു പറയുന്നത്? സേതു തന്റെ വീട്ടിൽ ഒളിവിലിരുന്നപ്പോ പോലീസിന് ഒറ്റുകൊടുത്ത് തന്റെ ഭാര്യയല്ല. ഭാഗ്യത്തിന് പോലീസ് വരും മുമ്പ് സേതു രക്ഷപ്പെട്ടു. ഇല്ല, എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല, പക്ഷേ നിന്റെ ഭാര്യയ്ക്കെല്ലാം അറിയാം. സേതു, മൂപ്പര് എൻ്റെ ഒരു പരിചയക്കാരനാ. കുറച്ചു ദിവസമായിട്ട് ഇവിടെയാ. ഞാനൊരു വിപ്ലവകാരിയെന്ന് പറഞ്ഞില്ലടാ. സേതു, ഞാനൊന്നും അറിഞ്ഞില്ലടാ. നിന്റെ ഭാര്യ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവളൊന്നും പറഞ്ഞില്ല. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ പണ്ടേ വിഡ്ഢിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സേതു, എന്താ ഉണ്ടായത് അത് പറ. നിന്റെ ഭാര്യ കമലമ്മയോട് രഹസ്യം പറയുന്നത് ജനലിൽ കൂടി ഞാൻ കണ്ടു. എനിക്ക് കാര്യം മനസ്സിലായി. ഒളിവിൽ കഴിയുമ്പോൾ കേൾവിശക്തിയും കാഴ്ചശക്തിയും 100 ഇരട്ടിയാവും. ഞാൻ അപകടം മണത്തു, രക്ഷപ്പെട്ടു. അധികം വൈകാതെ നിന്റെ വീട്ടിൽ പോലീസ് എത്തി, അല്ലടാ? മാറ്. ദേവേട്ടാ, എന്താ ഇത്ര വൈകിയേ? വൈകി, കാര്യമുണ്ടായിരുന്നു. കാര്യമൊന്നും എനിക്കറിയണ്ട. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയോ? എന്തെങ്കിലും ഒന്ന് പറയ്. ഞാൻ എൻ്റെ നോവൽ എഴുതി തീർത്ത ദിവസം ഇന്നത്തെ ഒരു വിശേഷം. അതിലും വലിയൊരു വിശേഷമുണ്ട്. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് വയ്യ. ഒന്ന് കിടക്കണം. വയ്യ. കിടന്നോളൂ. പുലർച്ചെ എഴുന്നേക്കുമ്പോ എന്തിനും ഏതിനും ഞാനുണ്ടാവുമല്ലോ. ഈ ജീവിതത്തില് ആർക്കെങ്കിലും ഒരു ഇത്തിരി സന്തോഷം കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? അറിയില്ല, അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നെന്ന് വിശ്വസിച്ച് സ്വന്തം അച്ഛനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ.
നിങ്ങളെ ഒന്ന് കാണാൻ. എന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു തീർക്കണോ ഞാൻ? വാക്ക് പറഞ്ഞതല്ലേ എന്നോട് ഇന്ന് നേരത്തെ വരുമെന്ന്. വാക്ക്, നിന്നോട് പറഞ്ഞ വാക്കിനും നിന്നിലുള്ള വിശ്വാസത്തിനും പുതിയ അർത്ഥങ്ങളാണ് ഇന്നെനിക്ക്. വരാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ, അതിനോട് മാത്രം. ബാക്കിയെല്ലാം എല്ലാവരും നിങ്ങൾക്ക് പാവകളാണ്. ഞാൻ ഇന്ന് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? എന്നെ ഗുരുവായൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ? ഞാൻ കാത്തിരിക്കായിരുന്നെന്ന് അറിയില്ലേ? ഗുരുവായൂർക്ക് പിന്നെയും പോവാം. പക്ഷേ എനിക്ക് ചിലത് മാറ്റി എഴുതാനുണ്ട്, എഴുത്തിലും ജീവിതത്തിലും. നിന്നോട് രാവിലെ സംസാരിക്കാം. ആരും എന്നോടൊന്നും സംസാരിക്കണ്ട. നിങ്ങളെ മനുഷ്യനല്ലാതാക്കുന്നത് നിങ്ങളുടെ ആ നോവൽ എഴുത്താ. എന്റെ കണ്ണുനീര് വീഴ്ത്തിയ ആ നോവൽ ഇനി ഈ ലോകത്ത് ആരും കാണില്ല. ഇനി ഇതാരും വായിക്കില്ല. എന്റെ കണ്ണുനീര് നനച്ച് ഇവിടെ ആരും എഴുത്തുകാരനാവണ്ട. അവൾ തീ കൊടുത്തത് എൻ്റെ മനസ്സിനായിരുന്നു, കത്തിച്ചു കളഞ്ഞത് അച്ഛൻ്റെ സ്മാരകമായിരുന്നു.
കൊല്ലാനാ തോന്നിയത്. പക്ഷേ വാര്യർ സാറിനെ ഓർത്ത് വെറുതെ വിട്ടു, അവളുടെ വിധിക്ക് വിട്ടു. എൻ്റെ വിധി തേടി ഞാൻ ഇറങ്ങിപ്പോയി. അലച്ചിൽ, നീണ്ട നീണ്ട പ്രവാസങ്ങൾ. ആ പോക്കാണ് എന്നെ ഹൈദരാബാദിലെത്തിച്ചത്. ജെഡിയുടെ നോവൽ ഇംഗ്ലീഷിൽ വായിക്കുന്ന ആർക്കെങ്കിലും അറിയോ ഇതിന്റെ പിന്നില് ഇങ്ങനെയൊരു വേദന ഉണ്ടാവുന്ന? സെന്റ് ഓഫ് ബ്ലഡ്. ഇത് ഒരു വാശിയായിരുന്നു. ആ നോവൽ വീണ്ടും എഴുതുക, അതും ഇംഗ്ലീഷിൽ. ലോകം മുഴുവനുമുള്ള വായനക്കാരുടെ മനസ്സിൽ സഖാവ് രാഘവന്റെ ചിത്രം കോറിയിടുക. അതുകൊണ്ട് ഈ നോവൽ വായിക്കാൻ എനിക്ക് സാധിച്ചു. ജെഡിയെ പരിചയപ്പെടാനും ഭാഗ്യമുണ്ടായി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാരിതോഷികം എന്താണെന്നറിയാമോ? പെൻ ഇന്റർനാഷണൽ അവാർഡ്. അല്ല, നീ എൻ്റെ ജീവിതത്തിലുള്ള നിന്റെ പ്രസൻസ്. പക്ഷേ അതിന്റെ സന്തോഷം ഗീത ഓർക്കുമ്പോൾ മങ്ങിപ്പോകുന്നു. ജെഡി, ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നു, ഭർത്താവിനെ കാത്തിരിക്കുന്നു. അവർക്ക് എന്നോട് വലിയ ശത്രുതയുണ്ടാവും, തീർത്താൽ തീരാത്ത പകയുണ്ടാവും. എനിക്ക് പേടി തോന്നുന്നു. പേടിക്കുന്നവർക്കുള്ളതല്ല ജീവിതം, നേരിടാൻ തയ്യാറുള്ളവർക്കേ ജീവിക്കാനാവൂ. അതല്ല, നിയമപ്രകാരം ഒരു ഡിവോഴ്സ് നടക്കാത്ത സ്ഥിതിക്ക് ഹൃദയത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, ഒരു തിരിച്ചുവരവില്ല. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ മാത്രം, ബാക്കിയെല്ലാം അവസാനിച്ചു എന്നേക്കുമായി.
കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അച്ഛന്റെ കൂടെ പോണമെന്നുണ്ടോ? അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പക്ഷേ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോ വെറുതെ വെറുതെ ഒന്ന് കാണാൻ തോന്നുക.